നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലുള്ള തന്റെ ഇരട്ട സഹോദരൻ മരണപ്പെട്ടതറിഞ്ഞ് പിന്നാലെ പ്രവാസിയായ സഹോദരൻ മരിച്ചു. തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം UAE-യിൽ വെച്ച് മരിച്ചത്. തിരുവനന്തപുരത്തുള്ള ഇരട്ട സഹോദരന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് മനംനൊന്താണ് സഹോദരനും മരിച്ചത്. UAE-യിലെ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. ഇരട്ടകളായി പിറന്നു. ഇവർ വിവാഹം ചെയ്തതും ഇരട്ടകളെ തന്നെയാണ്. ചെറിയ അപകടത്തെ തുടർന്നാണ് നാട്ടിലുള്ള സഹോദരൻ മരിച്ചത്. ഈ വിവരം അറിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രവാസിയായി സഹോദരനും മരിക്കുകയായിരുന്നു. പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു. നാട്ടിൽ വെച്ച് മരണപ്പെട്ട സഹോദരന്റെ അടുത്ത് തന്നെ മൃതദേഹം അടക്കം ചെയ്തു. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സഹോദരനാണ് മൂത്തത്. അഷ്റഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരിൽ ഒരു പ്രവാസിയുടെ കഥ പറയാം. ഇരട്ടകളായി പിറന്ന അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ് നാട്ടിലാണ്. ഇരട്ടകളെ തന്നെ വിവാഹം കഴിച്ച സഹോദരന്മാർ. ചെറിയ അപകടത്തെ തുടർന്ന് നാട്ടിലുള്ള സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ഇങ്ങ് പ്രവാസ ലോകത്തുള്ള സഹോദരനും മരണത്തിന് കൂട്ടുപോയി. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലെത്തിച്ചു. നാട്ടിൽ മരണപ്പെട്ട സഹോദരന്റെ അടുത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹവും അടക്കം ചെയ്തു. ഒരേ അമ്മയുടെ വയറ്റിൽ ജന്മം കൊണ്ടവർ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ തിരികെ യാത്രയായി. ഇരുമെയ്യായിരുന്നെങ്കിലും ഒരേ മനസ്സായിരുന്നു ഇരുവർക്കും. ഒരേപോലെ കളിച്ചു വളർന്ന സഹോദരങ്ങൾ. തന്റെ സഹോദരനില്ലാത്ത ലോകം ശൂന്യമാണെന്ന തിരിച്ചറിവായിരിക്കാം ഇദ്ദേഹത്തെ മരണത്തിലേക്ക് വഴി നടത്തിയത്. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം തമ്പുരാൻ നന്മകൾ ചൊരിയുമാറാകട്ടെ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം UAE-യിലെ അൽ ഐനിൽ മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. മലപ്പുറം തിരൂർ വയലത്തൂർ സ്വദേശി സമീറാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. സമീർ ഓടിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനം ഇടിക്കുകയായിരുന്നു. അൽ ഐൻ അൽ വഗാനിൽ ഫേമസ് ഫ്ലവർ മിൽ ജീവനക്കാരനായിരുന്നു. കുറ്റിപ്പാല കഴുങ്ങിലപ്പടി സ്വദേശി മായിൻ ഹജി തടത്തിപ്പറമ്പിൽ മകനാണ്. തിത്തീമു ആണ് മാതാവ്. ഭാര്യ ഫൻസിയ, റോഷൻ, റസലാദം എന്നിവർ മക്കളാണ്. അൽ ഐൻ ജിമി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും.